ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം 11-ാം വാക്യം. ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടി മുഷിപ്പിക്കുന്നത്. മറ്റുള്ളവരെ മുഷിപ്പിക്കുവാൻ, കുത്തി നോയിക്കുവാൻ, ഫത്സിക്കുവാൻ ചിലർക്ക് അപാര കഴിവാണ്. ഡോക്ടറേറ്റ് തന്നെ അവർ എടുത്തിട്ടുണ്ട്. ഇന്നലെ നാം ചിന്തിച്ചത് തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ചുള്ള കരുതൽ നിറഞ്ഞ വാക്കുകളാണ്. ഇന്ന് ദൈവജനത്തോടുള്ള താക്കീതിൻ്റെ പ്രവാചക ശബ്ദമാണ്. ഈ നോമ്പിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിന് നല്ല വചനമാണിത്. ജ്യോതിഷശാസ്ത്രത്തിൽ ഒരു പ്രയോഗമുണ്ട്: ഹാസ്യഭാഷ്യം നന്നാണ്, ആക്ഷേപഹാസ്യം നന്നല്ല. ആക്ഷേപഹാസ്യവും വികടസ്വരൂപതയും അവരെ വല്ലാതെ മുറിപ്പെടുത്തും. അത് അവനവന് തന്നെ ഹാനിയുമാണ്. ചിലപ്പോൾ നമ്മുടെ ബാഹ്യ കാഴ്ചയിൽ ചില സാന്നിധ്യങ്ങൾ അനാവശ്യമെന്ന് നമുക്ക് തോന്നാം. ഒരുപക്ഷെ ആ സാന്നിധ്യം ദൈവീയ സാന്നിധ്യത്തിന് മുതൽക്കൂട്ടാവും. കാനാവിലെ കല്യാണത്തിന് യേശുവിനെയും അമ്മ മറിയത്തെയും ശിഷ്യന്മാരെ വിളിച്ചിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ പ്രത്യേകം കുറിക്കുന്നു. അന്ന് ആരാലും ഗൗനിക്കപ്പെടാത്തവരായിരുന്നു അവർ. പക്ഷേ അവരുടെ സാന്നിധ്യം ഒരു വലിയ നാണക്കേടിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തലായിരുന്നു. ലോത്തിൻ്റെ സാന്നിധ്യം സൊദോംകാർക്ക് അരോചകമായിരുന്നു. ആ സാന്നിധ്യം നഷ്ടമായപ്പോൾ അഗ്നി വർഷിക്കപ്പെട്ടതായി നാം അറിയുന്നു. ഒരു വലിയ ചുഴലി എന്ന ഭയപ്പാടോടെ കാത്തിരുന്നു. ചുഴലി അത്ര നിസ്സാരക്കാരനല്ല, മറക്കരുത്. വഴിയിൽ കാണുന്നതെല്ലാം ചുഴറ്റി എറിഞ്ഞിരിക്കും. 60 വർഷങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ദേശത്ത്, അതായത് പാലക്കാട്, വൃക്ഷങ്ങളും മറ്റും ഇല്ലാത്ത വിജനമായി കിടന്ന സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ചുഴലികൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ആരെങ്കിലും അതിൽപ്പെട്ടാൽ കൂട്ടുകാർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കുനിഞ്ഞിരിക്കുമായിരുന്നു. അതൊക്കെ ചെറിയ തരം ചുഴലികളാണ്. പക്ഷേ ഇതങ്ങനെ ആവുമായിരുന്നില്ല, അതിഭീകരമായിരുന്നേനെയും. പശ്ചിമഘട്ടം നമുക്ക് ഉപയോഗശൂന്യമായി ചിലപ്പോഴൊക്കെ തോന്നാം. അവൻ്റെ തലയുർത്തിപ്പിടിച്ച നിൽപ്പല്ലേ മാന്നാർ കടലിടുക്കിൽ ചുഴലി കൂടുതൽ ദിവസം നിന്ന് കലിതുള്ളിയത്. യക്ഷിക്കഥയിൽ യക്ഷികൾ കലിതുള്ളുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ആവിയായിപ്പോയി. ഇതുപോലെ സമൂഹത്തിൽ ചില നിശബ്ദ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം നാം അറിയാതെ നമുക്ക് അനുഗ്രഹമാണ്. മറക്കല്ല്. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്: നെടിയവൻ്റെ തലയിൽ വടി. അതുകൊണ്ട് ഉയരമുള്ളവർ കുറയുന്നു. ശാരീരിക പൊക്കമല്ല ഈ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഈ പ്രവണത സുലഭമാണ്. ആത്മീയതയിൽ അത് സംഭവിച്ചുകൂടാ. അങ്ങനെയുള്ളവരെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് തച്ചു തകർക്കരുത്. ഇത് ഞാൻ ആത്മീയ മനുഷ്യ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൂതാശകളുടെ ദുരുപയോഗങ്ങളും അതിനോട് കാട്ടുന്ന അലസതയും അശുദ്ധതയും വിനാശകരമാണെന്ന് കൈകാര്യം ചെയ്യുന്നവർ മറക്കരുത്. അവയും നമുക്ക് ഉറപ്പുള്ള കോട്ടകൊത്തളങ്ങളാണ്. കച്ചേരി കാണുന്ന ലാഘവത്തോടെ സുരവാസനകളിൽ ചൊല്ലി തേയ്ക്കുന്നത് സല്ലാപ സമയങ്ങളിൽ ഓളത്തിന് മേമ്പൊടി പോലെ കേട്ട് രസിക്കാനുള്ളതല്ല, മലാഹ്മാരോടൊപ്പം സ്തുതിക്കേണ്ട സ്തുതിപ്പുകൾ. അത് നാം മറന്നുകൂടാ. മനുഷ്യരെയും ദൈവത്തെയും വെറുപ്പിക്കുന്ന പ്രവണത നമുക്ക് നന്നല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ജനനപ്പെരുന്നാളിലേക്കുള്ള ഞങ്ങളുടെ ഈ തീർത്ഥയാത്ര അനുഗ്രഹമായി തീരണമേ. ആട്ടിടയന്മാരോടും മലാഹമാരോടുമൊപ്പം നിന്നെ നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ ഹൃദയത്തോടും സ്തുതിക്കുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് കൃപയരുളണമേ. പുത്രത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.